ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ ചിട്ടയായി ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എവിടെ കോച്ചിങ്ങിന് പോയിട്ടും കാര്യമില്ല, പരീക്ഷയിൽ ജയിക്കില്ല. വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കറിയാം 90% ആൾക്കാരും കോച്ചിങ്ങിന് പോകുന്ന 90% ആൾക്കാരും പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ തോറ്റവരാണ്. ബിക്കോസ് എങ്ങനെയാണ് കോച്ചിങ്ങിനെ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാതെ കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായ ഡെമോ ക്ലാസ്സുകൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. 1-2 സബ്ജക്റ്റിന്റെ അല്ല, എല്ലാ വിഷയങ്ങളുടെ ഡെമോ ക്ലാസ് നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിരിക്കണം. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഈ ക്ലാസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചോദിച്ച് വിലയിരുത്തിയതിനു ശേഷം വേണം എവിടെയെങ്കിലും കോച്ചിങ്ങിന് ചേരാൻ. ഡെമോ ക്ലാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ അക്കാഡമി അനദീപ് അക്കാഡമിയുടെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു കോഴ്സിന്റെ കോച്ചിങ്ങിന് വേണ്ടി ഡീറ്റെയിൽസ് അയക്കുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അയച്ചത് ഞങ്ങളുടെ ഡെമോ ക്ലാസ് ആണ്. വളരെ കൃത്യമായി ഇൻസ്ട്രക്ഷൻ അതിൽ കൂടെ പാസ് ചെയ്യും. ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. ബിക്കോസ് ഞങ്ങളുടെ ക്ലാസ് നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണ്. ഇതിന്റെ ഗുണം 2 ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ആ ക്ലാസ്സസ് മാത്രം കണ്ടാൽ മതി. കുറെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ആ ക്ലാസ്സസ് മാത്രം കണ്ടാൽ മതി. നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടും. പിന്നെ അതിന് മുകളിൽ ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തെ ഗുണം, ആസ്വദിച്ച് എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തത്തമേ പൂച്ച പോലെ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. ഓരോ ടോപ്പിക്കും നമ്മൾ വിശകലനം ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലച്ചോറിൽ അത് പതിയുള്ളൂ, എക്സാം ഹോളിൽ അത് ഓർമ്മ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ള ഇത്രയും മികച്ച റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കോച്ചിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും അല്ലെ? നോട്ട്സ് ആണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സംഭവം. അത് കൺസൈസ് ആയിരിക്കണം. വലിച്ചുവാരി കുറെ നോട്ട്സ് നമുക്ക് ഒരിക്കലും എക്സാമിന് മുമ്പായിട്ട് പഠിച്ചിട്ട് പോകാൻ സാധിക്കില്ല. റിവിഷൻ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സിലബസ് വളരെ വിശാലമാണ്. അതിൽ നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഹോട്ട് ഏരിയാസ്, അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത്. ഒരു 1000 പേജ് തന്നിട്ട് അതിന് 2 മാർക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. 100 പേജ് പഠിച്ചിട്ട് അവിടുന്ന് 10 മാർക്ക് കിട്ടുന്നതിലാണ് കാര്യം. സോ ക്ലാസ് നോട്ട്സ് അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ്, ഇത് രണ്ടും നമുക്ക് എക്സാമിന് മുമ്പായിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന വോളിയം ആയിരിക്കാനേ പാടുള്ളൂ. വലിച്ചുവാരി പഠിക്കാനുള്ള സമയം ആർക്കും ഇല്ല. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ PC പഠിച്ച് തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം ഇരുന്ന് കാണുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ ക്ലാസ്സിനും കയറരുത്. ഞാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കോച്ചിങ് വന്നു, ഫൗണ്ടേഷനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ തരുന്ന എല്ലാ ക്ലാസ്സും കയറി കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ മാത്തമാറ്റിക്സ് അടിപൊളിയായിട്ട് അറിയാവുന്ന വ്യക്തിയായിരിക്കും, എക്കണോമിക്സിൽ നിങ്ങൾ പ്രോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് നോട്ട്സ് മാത്രം വായിക്കുക. ഡൗട്ട് ഉള്ള ഏരിയ അത് ഏതാണോ അതിന്റെ മാത്രം വീഡിയോ ക്ലാസ്സുകൾ കാണാം. നമുക്ക് ഏറ്റവും അധികം ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോഴാണ്. ഒരു 10 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 10 ക്ലാസ് കണ്ട് തീർക്കണമല്ലോ എന്ന് ആലോചിക്കരുത്. ക്ലാസ് കണ്ട് തീർക്കലല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം അറിവ് നേടി പെട്ടെന്ന് പരീക്ഷ പാസ്സായി ഒരു ഉദ്യോഗസ്ഥയാവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നോട്ട്സ് സമഗ്രമായിട്ട് വായിക്കുക. പക്ഷെ വീഡിയോ ക്ലാസ്സുകൾ അത് എല്ലാം കണ്ട് തീർക്കണം എന്നുള്ള വാശിയുടെ ആവശ്യമില്ല. പക്ഷേ ചില ആൾക്കാരുണ്ട്, അവർക്ക് വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കോൺസെപ്റ്റ്സ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആ കാറ്റഗറിയിലെ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് കാണാം, ഒരു കുഴപ്പമില്ല. എൻഡ് ഓഫ് ദി ഡേ ഓരോ വ്യക്തി യൂണീക്ക് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ഒരു സ്റ്റഡി പ്ലാൻ ഇടേണ്ടത്. ഞങ്ങളുടെ ബാച്ചുകൾ അങ്ങനെയാണ്, നിങ്ങളൊരു കോമൺ സ്റ്റഡി പ്ലാൻ കൊടുക്കും. പക്ഷേ നിങ്ങൾ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അദ്ദേഹം സജസ്റ്റ് ചെയ്യും. സോ മഹാന്മാര് പറഞ്ഞതുപോലെ നമ്മളെ അറിയാൻ ശ്രമിക്കുക, നമ്മുടെ ശക്തി ദൗർബല്യങ്ങളെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ വിജയത്തിലേക്കുള്ള യാത്ര വളരെ ഫാസ്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ട്രയാങ്കിൾ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്താ ട്രയാങ്കിൾ? ജസ്റ്റ് പഠിച്ചിട്ട് മാത്രം ഒരു കാര്യമില്ല. ഏറ്റവും എളുപ്പപ്പണി അതാണ്. പഠിക്കുന്നത് റിവിഷൻ നടത്തുന്നത് പ്രാക്ടീസ് ചെയ്യണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരുന്നവരുടെ മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ. മറ്റുള്ളവരെല്ലാവരും കോമ്പറ്റീഷന് പുറത്താണ്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 90% ആൾക്കാരും കോച്ചിങ്ങിനെ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ തോറ്റുപോയവരാണ്. കാരണം അവർ ചിലപ്പോൾ കുത്തിരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ റിവിഷൻ നടത്തുകയോ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തോ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഈ ഒരു വാശി എനിക്ക് അത് തീവ്രമായിട്ടുണ്ട്. ബിക്കോസ് റിവിഷൻ നടത്താത്തതിന്റെ പേരിൽ മുൻപ് എനിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ റിവിഷൻ നടത്തി പ്രാക്ടീസ് തുടങ്ങിയതിനു ശേഷം ഞാൻ പെട്ടെന്നാണ് റാങ്ക് ലിസ്റ്റുകളിലേക്ക് വന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ LDC ബാച്ച് എന്ന് പറയുമ്പോൾ 6 മാസം കൊണ്ട് സിലബസ് സമഗ്രമായിട്ടും കവർ ചെയ്ത് പിന്നെ റിവിഷൻ പ്രോഗ്രാമിലേക്ക് കടക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാച്ചാണ്. ബിക്കോസ് എനിക്കറിയാം ഈ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് പഠിത്തം. പക്ഷേ പ്രോപ്പർ റിവിഷൻ നടത്തിയെങ്കിൽ മാത്രമേ ആ ചുരുങ്ങിയ സമയം, എക്സാം പോളിൽ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് മനസ്സിലേക്ക് ആ പോയിന്റുകൾ, ആൻസേഴ്സ് വരികയുള്ളൂ. നാലാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ കോച്ചിങ്ങിന് പോകുമ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് ആയിക്കോട്ടെ ഓൺലൈൻ കോച്ചിങ് ആയിക്കോട്ടെ, അവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരും കാണും. നിങ്ങളെ പിടിച്ച് താഴേക്ക് വലിക്കുന്ന മനുഷ്യർ കാണും, നിങ്ങളെ ഉയർത്തുന്ന മനുഷ്യർ കാണും. നല്ല ആൾക്കാർ, ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക. അപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ കോച്ചിങ്ങിന് വരുമ്പോൾ ചില ആൾക്കാർ എന്നിട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, PSC നിയമനം നടക്കത്തില്ല, അതാണ് ഇതാണ് മറ്റേതെന്ന് മറിച്ചതെന്ന് മനസ്സ് മുരടിപ്പിക്കും. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ അങ്ങ് ഉപേക്ഷിക്കുക.
ഓക്കെ, കാണുമ്പോൾ മുഖത്ത് ചിരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റി പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉപേക്ഷിക്കുന്നു, നിങ്ങൾ അത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും. സോ നിങ്ങൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം, ഒരു വ്യക്തിയുടെ പ്രസൻസ്, കോച്ചിങ്ങിന്റെ സമയത്ത് ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ? നിങ്ങളെ ഉയർത്താനാണോ തളർത്താനാണോ ആ വ്യക്തി ശ്രമിക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെടുന്നതിൽ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ടോ, അതോ നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണോ അത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ആയിക്കോട്ടെ, കമ്പൈൻ സ്റ്റഡി ആയിക്കോട്ടെ, ഒരു സ്റ്റഡി പാർട്ണറെ സെലക്ട് ചെയ്യുന്ന പ്രക്രിയ ആയിക്കോട്ടെ, ഇതൊക്കെ റെഡിയാക്കാം. അഞ്ചാമതായി അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അഡ്വർടൈസ്മെന്റ്സിൽ വീണ് പോകരുത്. അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മോശമാണെന്നല്ല, അഡ്വർടൈസ്മെന്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മുടെ പണി കൂടുതൽ എളുപ്പമാക്കും അല്ലേ. നമുക്കൊരു കാര്യം വേണം, അതിന്റെ നല്ലൊരു പരസ്യം കാണുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യാതെ പരസ്യം മാത്രം കണ്ട് പോയി അഡ്മിഷൻ എടുക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷെ ഇത് നമുക്ക് പണി തരുന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോംവർക്ക്, 4 സ്റ്റെപ്പിൽ കൂടുതൽ ഹോംവർക്കുകൾക്ക് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാവൂ. ഇപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അതിഭീകരമായിട്ടുള്ള പരസ്യം നിങ്ങൾ എവിടെയും കണ്ടു കാണത്തില്ല. പക്ഷേ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിഭീകരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ സ്റ്റുഡൻസ് ടെസ്റ്റിമോണിയൽസ് മാത്രം കയറി നോക്കിയാൽ മതി, പ്ലേലിസ്റ്റ് മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. പരസ്യം അത്ര മോശമാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ പരസ്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അത് ഇവിടെയല്ല, ലൈഫിൽ എവിടെയാണെങ്കിലും അത് എപ്പോഴും ശരിയാവണമെന്നില്ല. സോ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കോച്ചിങ് എടുത്താലും എടുത്തില്ലെങ്കിലും ചിട്ടയായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ആ തീരുമാനം നിങ്ങളുടെ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന എക്സാംസിൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീസന്റ് കോച്ചിങ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ ഡെമോ ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും 2027 ഒരു ജോലിയിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചിട്ടുള്ളവർ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ നല്ല ഒരു സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.